ഗൈസ് വെൽക്കം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടു വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ ഒരു കിടു വീഡിയോ ആണ് ഗൈസ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സ്പൈഡർ ബേബിയൊക്കെ വന്നായിരുന്നു ഗൈസ്. ദാ നിൽക്കും നമ്മുടെ സ്പൈഡർ ബേബി. അതാ സ്പൈഡർ ബേബി, നീ ഡാൻസ് കളിക്കുവാണോ? നമ്മൾ പുതിയൊരു സെക്യൂരിറ്റിയെ വെച്ച്, പങ്കിൻ സെക്യൂരിറ്റി. ഹായ് പങ്കിൻ സെക്യൂരിറ്റി. വെൽക്കം സാർ, ഞാൻ ഭയങ്കര സെക്യൂരിറ്റിയാണ് സാർ. എന്റെ കയ്യിൽ തൃശൂലമുണ്ട് സാർ. ഞാൻ ഈ വീടിനെ കാക്കും സാർ. അങ്ങനെ പറയടാ പങ്കിൻ ബോയ്, പറയടാ അങ്ങനെ തന്നെ. ഗൈസ് നമ്മൾ പുതിയ സെക്യൂരിറ്റിയൊക്കെ വെച്ച് ഗൈസ് നമുക്ക് പോയി ഡ്രസ്സ് അങ്ങ് ചേഞ്ച് ചെയ്യാം കേട്ടോ ഗൈസ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നേരെ പോവാട്ടോ ഗൈസ്. നമ്മൾ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നമ്മളെങ്ങനെ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് പോവുകയാണ് ഗൈസ്. മുകളിലത്തെ ഫ്ലോറിൽ പോയി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരു അടിപൊളി ഡ്രസ്സാണ് എടുത്തിട്ടേക്കുന്നത്. ഒരു പട്ടാളക്കാരുടെ കളറിലുള്ള ഡ്രസ്സാണ് എടുത്തിട്ടേക്കുന്നത് ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് പോവാട്ടോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. നമ്മുടെ പങ്കി ബോയ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, താഴെ കമൻറ്റ് ചെയ്യണം മറക്കരുത്. നമ്മളെ ആരും വിളിക്കുന്നില്ല. ഹലോ, ആരാ? ടോണി സാർക്ക്. അയൺമാനെ വിളിച്ചത് ഇങ്ങോട്ട് പെട്ടെന്ന് വന്നിട്ട് നമ്മളെ വിളിച്ചേച്ചാ നമ്മുടെ അയൺമാൻ ആണ് ഗൈസ്. അയൺമാൻ വിളിച്ചിട്ട് പറഞ്ഞു അയൺമാൻ്റെ വീട് വരെ ഒന്ന് പോവാം, നമുക്ക് നേരെ ഓടാട്ടോ ഗൈസ്. ഓടിപ്പോവാൻ നടക്കത്തില്ല ഗൈസ്, കുറേ ദൂരെയാണ് ഗൈസ്. നമ്മുടെ ബൈക്ക് വിളിക്കാം ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ഗാരേജിൽ നിന്ന് നമ്മുടെ ബൈക്ക് എടുത്ത് അങ്ങ് പൊക്കിയിട്ടുണ്ട് കേട്ടാ. എന്തായാലും നേരെ നമ്മുടെ അയൺമാൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അയൺമാൻ്റെ വീട് ഏകദേശം ഇവിടെ അടുത്ത് തന്നെയാണ്. എന്തായാലും ഗൈസ് ഞാൻ നേരെ നമ്മുടെ അയൺമാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഇതാ കാണുന്ന ഗൈസ് നമ്മുടെ അയൺമാൻ്റെ വീട് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ ബൈക്ക് എടുത്ത് നേരെ നമ്മുടെ അയൺമാൻ്റെ വീട്ടിലോട്ട് പാട്ടോ ഗൈസ്. ഞാൻ അങ്ങനെ അയൺമാൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ബൈക്ക് ഇവിടെ അങ്ങനെ സൈഡിൽ ഒതുക്കാം. അയൺമാൻ മിക്കവാറും അകത്തായിരിക്കും നിൽക്കുന്നത്. അയൺമാൻ എപ്പോഴും അകത്താണ് നിൽക്കാറ് ഗൈസ്. നേരെ നമുക്ക് അയൺമാനെ കാണാൻ വേണ്ടി നേരെ നമ്മുടെ വീട്ടിനകത്തോട്ട് പാട്ടോ ഗൈസ്. ഞാൻ അങ്ങനെ ഏകദേശം അയൺമാൻ്റെ അടുത്ത് എത്താറ്. അയൺമാൻ, ഞാൻ വീട്ടിന്റെ മുകളിൽ വർക്കൗട്ട് ചെയ്തോണ്ടിരുന്നേ. ഞാൻ ഇപ്പൊ ചാടി വന്നതേ ഉള്ളു അവിടെ നിന്ന്. ആണോ അയൺമാനെ? എന്താ എന്നെ വിളിപ്പിച്ചത് ഇങ്ങോട്ട്? എന്റെ വണ്ടി ഒരുത്തനങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. പക്ഷെ അവന്റെ അടുത്തോട്ട് എനിക്ക് അടുക്കാൻ കഴിയുന്നില്ല. അവനൊരു ഹാക്കറാ. എന്റെ മിഷനെല്ലാം ഹാക്ക് ചെയ്തു വെച്ചേക്കും. അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എടുക്കാൻ. ഞാൻ എടുത്തിട്ട് വരാം വണ്ടി. എന്തായാലും നീ ഇവിടെ വെയിറ്റ് ചെയ്യും. അയൺമാൻ പിന്നെയും മുകളിലോട്ട് പറന്നു പോയിട്ടുണ്ട് ഗൈസ്. അവിടെ വർക്കൗട്ട് എങ്ങാണ്ട് ചെയ്യുവാണെന്നാണ് പറഞ്ഞത്. അയൺമാൻ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അവനൊരു ഹാക്കറാണെന്നാണ് പറഞ്ഞത്. അയൺമാൻ അവൻ്റെ വീട്ടിൻ്റെ അടുത്തോട്ട് അടുക്കുമ്പോൾ അയൺമാൻ്റെ ശക്തിയെല്ലാം പോകുമെന്നാണ് പറയുന്നത്. അയൺമാൻ ഒരു യന്ത്രം ഇത് ആണല്ലോ, അതുകൊണ്ട് യന്ത്രമെല്ലാം ഹാക്ക് ചെയ്യുന്നവനാണ് പറഞ്ഞത്. നമ്മൾ നോർമൽ പ്രൈസാണല്ലോ, അന്നേരം നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ സ്പൈഡർമാനും ബാക്കി സൂപ്പർ ഹീറോസൊന്നും ഇവിടെ ഇല്ലെന്നാണ് ഇപ്പം നമ്മുടെ ടോണി സാർക്ക് പറഞ്ഞേച്ചാൽ. നമുക്ക് നേരെ നമ്മുടെ ആടെ വീട്ടിലോട്ട് പാട്ടോ. ആളിവിടെ അടുത്ത് തന്നെയാണ് ഉള്ളത്. ആടെ പേരെന്ന് വെച്ചാൽ നമ്മുടെ പഴയ സീരിയൽസ് കണ്ടവർക്കറിയായിരിക്കും ആടെ പേര് എന്ന് വെച്ചാൽ സുഗുണൻ മാമൻ ഗൈസ്. സുഗുണൻ എന്ന് പറഞ്ഞ ഒരുത്തനാണ് അടിച്ചു മാറ്റി വെച്ചേക്കുന്നത്. എന്തായാലും നമ്മൾ നേരെ നമ്മുടെ സുഗുണൻ മാമൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ സുഗുണൻ്റെ കയ്യിൽ നിന്ന് വണ്ടി അടിച്ചു മാറ്റേണ്ട പരിപാടി നോക്കാം ഗൈസ്. സുഗുണൻ ഇവിടെ ഇല്ലെന്നാണ് കേട്ടത് ഗൈസ്. സുഗുണൻ എവിടെയോ ഒളിച്ചിരിക്കുവാണ് ഗൈസ്. എന്തായാലും ഞാൻ വരുന്നത് അറിഞ്ഞിട്ടുണ്ട് സുഗുണൻ ഗൈസ്. നമുക്ക് നേരെ വണ്ടി എടുക്കാട്ടോ. ഇതാണ് നമ്മുടെ ലംബോർഗിനി ഉറുസാണ് ഗൈസ്. നമ്മുടെ അയൺമാൻ അണ്ണൻ്റെ വണ്ടി. എന്തായാലും ഗൈസ് അയൺമാൻ അണ്ണൻ്റെ വണ്ടി ഗൈസ്. നമ്മൾ നേരെ വണ്ടി കയറിയിട്ടുണ്ട്. അയൺമാൻ വണ്ടി പെട്രോൾ പമ്പിൽ എത്തിക്കൂ. അവിടെ പൈസയും നിനക്കുള്ള സമ്മാന വണ്ടിയുമുണ്ട്. ഇപ്പോൾ അയൺമാൻ്റെ ഒരു വോയിസ് മെസ്സേജ് നമ്മുടെ ഈ വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. അയൺമാൻ പറഞ്ഞേച്ചാൽ നമ്മൾ പെട്രോൾ പമ്പിൽ ഇട്ടാൽ മതി എന്നാണ് അയൺമാൻ പറഞ്ഞത്. എന്തായാലും അയൺമാൻ പറഞ്ഞ പോലെ തന്നെ കേൾക്കാട്ടോ. നമുക്ക് അയൺമാൻ പറഞ്ഞ് പെട്രോൾ പമ്പിൽ കൊണ്ടിടാട്ടോ. ഇത് അയൺമാൻ്റെ ഫ്രണ്ടിൻ്റെ പെട്രോൾ പമ്പ് എന്നാണ് കേട്ടത്. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് വണ്ടിയും ഉണ്ടെന്നാണ് നമ്മുടെ അയൺമാൻ പറഞ്ഞത്. എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നന്നായി ഒരു ഗിഫ്റ്റ് വണ്ടിയൊക്കെ അയൺമാൻ തരുന്നല്ലോ, അത് തന്നെ നല്ല കാര്യം ഗൈസ്. നമ്മുടെ ഏകദേശം നമ്മുടെ അയൺമാൻ്റെ
ആ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിനകത്ത് കയറി പൈസ മേടിച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ട്. ലംബോഗിനി ഇവിടെ തന്നെ ഇട്ടാൽ മതിയെന്നാണ് അവിടെ അകത്തുള്ള സാറ് പറഞ്ഞത്. എന്തായാലും ഗൈസ് നമ്മുടെ ഗിഫ്റ്റ് വണ്ടി ഏതാണെന്ന് നോക്കട്ടെ ഗൈസ് ഞാൻ. ഓ ഗൈസ് വാഗണർ ഗൈസ്, വാഗണർ അടിപൊളി വാഗണറാണ് ഗൈസ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഗൈസ്. അടിപൊളിയായിരുന്നു. ഞാനും ആഗ്രഹിച്ചിരുന്നു ഒരു ഇന്ത്യൻ വെഹിക്കിൾ എനിക്ക് എടുക്കണമെന്ന് ഗൈസ്. എൻ്റെ ഈ ആപ്പാടുള്ളതെന്ന് വെച്ചാൽ ഒരു ഡിഫൻഡറാണ്. അത് എൻ്റെ വണ്ടിയൊന്നുമല്ല, എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തുള്ള വണ്ടിയാണ് ഗൈസ് ആ ഡിഫൻഡർ. എന്തായാലും ഗൈസ് നമുക്ക് നേരെ പോകാം കേട്ടോ ഗൈസ്. അത് ഞാൻ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് തൂക്കി മേടിച്ചാണ് ഏതോ ഒരു അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ എവിടോട്ട് പോകണം ഗൈസ്? നമ്മുടെ വീട്ടിലോട്ട് പാട്ടോ. അവിടെ സ്പൈഡർ ബേബി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവനിപ്പോൾ കിടന്ന് കരയുന്നുണ്ടായിരിക്കും. അണ്ണൻ എന്തിയെ, അണ്ണൻ എന്തിയെ, അണ്ണൻ എന്തിയെന്ന് പറഞ്ഞ് ഗൈസ് അവൻ കരയുന്നുണ്ടായിരിക്കും. എന്തായാലും ഗൈസ് അവൻ കരയുന്നൊക്കെ ഉണ്ടായിരിക്കും ഗൈസ്. അവന് കുറച്ച് സ്നാക്സ് മേടിച്ച് കൊടുക്കാം. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ടല്ലോ ഓഡോഗും ഇഷ്ടമാണ്, പിന്നെ മാഷ്മെലോയും ഇഷ്ടമാണ് ഗൈസ്. നമുക്ക് അവന് വേണ്ടി ഓഡോഗും മാഷ്മെലോയും പിന്നെ കുറച്ച് ബർഗറും പിന്നെ കുറച്ച് പിസയും പിന്നെ കുറച്ച് ചിക്സും മിച്ചറും അലുവയും പിന്നെ ജിലേബിയും കുറച്ച് ലഡുവും പിന്നെ കുറച്ച് ഉഴുന്നുവടയും പരിപ്പുവടയും കുറച്ച് രസവടയും പിന്നെ കുറച്ച് അഴുകിയ പഴവും എല്ലാം വേണം ഗൈസ്. നമുക്ക് അവനെല്ലാം മേടിച്ച് കൊടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ അഴുകിയ പഴവും കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാണ്. നല്ല ഒന്നാം തരം ഏത്തപ്പഴമാണ് മേടിച്ചേക്കുന്നത് നമ്മുടെ സ്പൈഡർ ബേബിക്ക്. അവന് ശക്തി വേണ്ടേ, അതുകൊണ്ടാണ് ഇതൊക്കെ മേടിച്ചത്. പിന്നെ കുറച്ച് കാട മുട്ടയും മേടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ സ്പൈഡർ ബേബിയുടെ ലൊക്കേഷനിലോട്ട് പാട്ടോ, നമ്മുടെ വീട്ടിലോട്ട് പോകാം. എന്തായാലും മറ്റേ അവൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോകണമല്ലോ ഗൈസ്. എനിക്ക് വല്ലാത്ത നാണക്കേടാണ് ഗൈസ്. നമുക്ക് ഇപ്പുറത്തൂടെ പാട്ടോ. അവൻ കണ്ടാൽ ചിലപ്പോൾ പിടിച്ചിടിക്കാൻ സാധ്യതയുണ്ട് ഗൈസ്. പക്ഷേ അവനവിടേക്കും ഇല്ല, ചിലപ്പോൾ അങ്ങനെ വന്ന് ഇടിച്ചാലോ ഗൈസ്, എനിക്കറിയത്തില്ല. അതുകൊണ്ട് നേരെ നമുക്ക് ഇപ്പുറത്തൂടെ തിരിച്ചു പാട്ടോ ഗൈസ്. നമ്മൾ നേരെ പോകണം കേട്ടോ ഗൈസ്. കുറേ ചേട്ടന്മാരൊക്കെ ബൈക്കിൽ പോകണമല്ലോ രാവിലെ തന്നെ. യുവമാർക്ക് വേറെ പരിപാടിയൊന്നുമില്ല, എപ്പോഴും ഇങ്ങനെ ബൈക്കിൽ ചെത്തി നടക്കുക അതേ ഉള്ളൂ പരിപാടി ഗൈസ്. കുറേ ആൾക്കാരൊക്കെ ഇതുവഴി നിന്നൊക്കെ നടന്നു പോകുന്നുണ്ട്. അവരെവിടെയെങ്കിലുമൊക്കെ പോകണിക്കും ഗൈസ്. എന്നിട്ട് ഞായറാഴ്ചയില്ലേ, അതുകൊണ്ട് അവരെവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമായിരിക്കും എന്തായാലും ഗൈസ്. നമ്മൾ നേരെ ഏകദേശം നമ്മുടെ വീടിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ സ്പൈഡർ ബേബിയും പിന്നെ പങ്കിൻ സെക്യൂരിറ്റിയൊക്കെ അവിടെ കാണും ഗൈസ്. എന്തായാലും ഗൈസ് നമ്മൾക്ക് നേരെ നമ്മുടെ സ്പൈഡർ ബേബിയുടെ അടുത്തോട്ട് വിടാം കേട്ടോ ഗൈസ്. എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും വീട്ടിനകത്തോട്ട് വണ്ടി കയറ്റുന്നുണ്ട് ഗൈസ്. നമുക്ക് വണ്ടി കയറ്റി സൈഡിലോട്ടെങ്ങാനും കയറ്റിയിടാം ഗൈസ്. നമ്മുടെ ഡിഫൻഡറിൻ്റെ അടുത്തെങ്ങാനും കയറ്റിയിടാം എന്തായാലും ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ഡിഫൻഡറിൻ്റെ അടുത്ത് വണ്ടി കയറ്റി ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഈ വണ്ടി ഗൈസ് ഇപ്പോൾ നമുക്ക് 2 വണ്ടിയായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബൈക്കുണ്ട് ഗൈസ്, നമ്മുടെ ഡ്യൂക്കുണ്ട്, പിന്നെ നമ്മുടെ നിഞ്ചയുണ്ട്, 2 ബൈക്കും ഉണ്ട് ഗൈസ് എനിക്ക് ഗൈസ്. ദാ നിൽക്കും നമ്മുടെ വാ സ്പൈഡർ ബേബി. എടാ സ്പൈഡർ ബേബി, ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട മാഷ്മെലോ ഒക്കെ മേടിച്ചിട്ടുണ്ട്, പിന്നെ ഉഴുന്നുവടയും പരിപ്പുവടയും. ബേബി പറഞ്ഞ ഡാൻസ് അവൻ കളിക്കട്ടെ എന്നാണ് ഗൈസ്. നമുക്ക് അപ്പോഴത്തേക്ക് ഇതുകൊണ്ട് അകത്ത് വെച്ചിട്ട് വരാം അവൻ്റെ സ്നാക്സൊക്കെ. എന്തായാലും ഗൈസ് അവൻ്റെ സ്നാക്സൊക്കെ നമുക്ക് കൊണ്ടങ്ങ് അകത്ത് വെക്കാം കേട്ടോ ഗൈസ്. നമുക്ക് അകത്ത് കൊണ്ട് വെക്കാം അവൻ്റെ സ്നാക്സൊക്കെ. എന്തായാലും ഗൈസ് നമ്മൾ അവൻ്റെ സ്നാക്സൊക്കെ അകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് നേരെ നമ്മുടെ കാറിൽ കയറാം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്പൈഡർ ബേബിയും കയറ്റാം. എടാ സ്പൈഡർ ബേബി, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. വണ്ടി തിരിക്കാം ഗൈസ്. നമ്മൾ നേരെ സ്പൈഡർ ബേബിയുടെ അടുത്തോട്ട് വണ്ടി പാർക്ക് ചെയ്യട്ടോ. ദാ നിൽക്കും നമ്മുടെ സ്പൈഡർ ബേബി. നമുക്ക് അവൻ്റെ അടുത്തോട്ട് പാർക്ക് ചെയ്യേക്കാം. സ്പൈഡർ ബേബി ഇതാ പെട്ടെന്ന് കയറാ സ്പൈഡർ ബേബി, പെട്ടെന്ന് വണ്ടി കയറും. വണ്ടി കിടന്ന് തുള്ളാതെ എൻ്റെ കൺട്രോൾ കയറ്റുന്നു. തുള്ളാതിരിക്കടാ സ്പൈഡർ ബേബി. നമുക്ക് ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ പോകട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു കാടുണ്ട്, ഫോറസ്റ്റ് ഏരിയ. നമുക്ക് അങ്ങോട്ട് പോകട്ടോടാ. ശരിയടാ, എന്നാൽ ഞാൻ കൊണ്ടുപോവാം. നമുക്ക് ഈ കാറിലൊരു പാട്ടിടാവേ. പാരിക്കാരി പച്ച മലയാളി മൂശ മുതലാളി, ഭാഷ പാരിക്കാരി പച്ച മലയാളി മൂശ മുതലാളി. ഇതിലെ പാട്ടൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഗൈസ് നമ്മൾ നേരെ നമ്മുടെ സ്പൈഡർ ബേബിയും കൊണ്ട് പുഴയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. എടാ ഇതാടാ നമ്മുടെ നാട്ടിലെ പുഴ സ്പൈഡർ ബേബി. എങ്ങനെയുണ്ട് പുഴ? എന്തായാലും ഞാൻ നേരെ പോവാണ് കേട്ടോ ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് നേരെ നമ്മുടെ
സ്ഥലത്തോട്ട് പാട്ടോ ഗൈസ്. ഞാൻ തരി നേരെ നമ്മുടെ ടീറക്സ് കാട്ടിലോട്ട് പോവാണ്. എടാ സ്പൈഡർ ബേബി, ഇവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി കാടാട്ടോ, ഡിനോസറൊക്കെ ഉണ്ട്, നീ പേടിക്കരുത്. സ്പൈഡർ ബേബി നമുക്ക് എന്തായാലും പോവാം കേട്ടോ. സ്പൈഡർ ബേബി നമുക്ക് നേരെ വിടാം ഗൈസ്. നമ്മൾ പോവുകയാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഡിനോസർസിനെ ഒന്നും കാണുന്നില്ലല്ലോ, എന്തിരി കഷ്ടമാണ് ആവോ. ഡിനോസർസൊക്കെ എന്ത് ചെയ്യുന്നോ ആവോ. നമ്മൾ കുറേ നോക്കുന്നുണ്ട് ഡിനോസർസിനെയൊക്കെ ഗൈസ്. ഡിനോസർസ് എവിടെ പോയോ ആവോ. ചായയും പഴംപൊരിയും കഴിക്കാൻ പോയി കാണും ഗൈസ്. ദാ വരുന്നു ചായയും പഴംപൊരിയും കഴിച്ചിട്ട് ഡിനോസർ. ഇല്ലടാ, കടിക്കത്തില്ല സ്പൈഡർ ബേബി, എന്തായാലും കടിക്കത്തില്ല അവൻ ഗൈസ്. നമ്മൾ നേരെ പോകണം കേട്ടോ ഗൈസ്. നമ്മുടെ പുറവിന് ഡിനോസർ വരുന്നുണ്ട്. ഡിനോസർ ഇടയ്ക്ക് ഗർജിക്കുന്നൊക്കെ ഉണ്ട് ഗൈസ്, എനിക്ക് പേടിയാവുന്നു ഗൈസ്. അയ്യോ ഗൈസ്, ദോ വരുന്നു ഗൈസ് ഡിനോസർ. അമ്മച്ചി, ഡിനോസറിന്റെ ഇടയ്ക്ക് ഇപ്പൊ പെടും അമ്മച്ചി. നമ്മൾ ഡിനോസർ പിടിക്കാൻ വന്നു ഗൈസ്. പെട്ടെന്ന് അയൺമാൻ വന്ന് രക്ഷിച്ചോണ്ട് നമ്മൾ രക്ഷപ്പെട്ട് ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ ചത്തുപോയേനെ ഗൈസ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. റോഡ് ടു 2K ഗൈസ്. ഇത്രയുള്ള വീഡിയോ. ബൈ ഗൈസ്.